ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ഫ്രൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നത് കേട്ടോ. നമുക്ക് ഇന്ന് രാവിലെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ശബാത്തായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഒരു സാഹചര്യമായിരുന്നു. ഇപ്പം ശബാത്തൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചതിൽ വീഡിയോ എടുത്ത് വെക്കാം എന്ന് എഴുതിയെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. എന്നാലും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം തന്നെ സ്വാഗതം. നമ്മളെല്ലാവരും ഹൃദയത്തിൽ ഒരുപാട് പേർക്ക് സ്ഥാനം കൊടുക്കുന്നവരാണ്. എല്ലാവരെയും സ്നേഹിക്കാറുണ്ട്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ജീവിത പങ്കാളിയെ, മക്കളെ, സുഹൃത്തുക്കളെ, നമുക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് പേരെ നമ്മളെല്ലാവരും സ്നേഹിക്കുന്നവരാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാം, നമ്മൾ സ്നേഹിക്കുന്നു. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന കണക്ക് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണമെന്ന് നമ്മളൊരു പരിധിവരെ നമ്മൾ വാശി പിടിക്കാറുണ്ട്. നമ്മൾ കുഞ്ഞുനാൾ മുതലേ കണ്ടുവരുന്നത് നമ്മളാണ് ഏറ്റവും മുതിർന്നതെങ്കിൽ നമുക്ക് താഴെ സഹോദരങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുനാൾ മുതലേ നമ്മൾ ആഗ്രഹിക്കും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം നമുക്ക് മാത്രമുള്ളതാണ്, വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ഒരു പരിധിവരെ നമ്മൾ ആഗ്രഹിക്കും. പിന്നീട് നമ്മൾ കാലം നമ്മുടെ മനസ്സിലേൽപ്പിക്കുന്ന മുറിവ് പോലെ അതിൽ ഒരു സൈഡിൽ തളം കെട്ടി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ പതുക്കെ സ്നേഹിക്കാൻ പഠിക്കും. അവരെ ചേർത്ത് പിടിക്കാൻ ശീലിക്കും. പിന്നീട് എപ്പോഴെങ്കിലും ജീവിതത്തിൻ്റെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം നമുക്ക് മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങൾക്ക് തുല്യമായിട്ട് അവകാശപ്പെട്ടതാണ്, അവർക്കും കൂടി ഉള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇനി അതും കഴിഞ്ഞ് നമ്മളൊരു വിവാഹ ജീവിതത്തിലേക്കാണ് പ്രവേശിക്കുന്നതെങ്കിൽ നമ്മൾ വിവാഹം കഴിഞ്ഞ് വരുന്ന എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്നതാണ് തൻ്റെ ഭാര്യയെ തന്നെ മാത്രം സ്നേഹിക്കണം, തൻ്റെ ഭർത്താവ് തന്നെ മാത്രം സ്നേഹിക്കണം എന്നൊക്കെ. പക്ഷേ അതും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. കാരണം പുതിയൊരു കുടുംബത്തിൽ നിന്നും, തീർത്തും അപരിചിതമായ ഒരു കുടുംബത്തിൽ നിന്നും വരുന്ന വ്യക്തിക്ക് തൻ്റെ കുടുംബത്തിലേക്ക് വരുന്ന വ്യക്തിയെ നമുക്ക് ഒരിക്കലും നിർബന്ധിച്ച് ഞങ്ങളെ മാത്രമേ സ്നേഹിക്കാവുള്ളൂ, ഞങ്ങളോട് മാത്രമേ അടുക്കാൻ പാടുള്ളൂ എന്നൊരിക്കലും നിർബന്ധിക്കാൻ പറ്റത്തില്ല. അവൾ അവിടെ തൻ്റെ കുടുംബത്തെ ഒരമ്മ എന്ന സ്ഥാനത്തിനപ്പുറം അതിലും ഒരുപാട് പേരുകൾ, ഒരുപാട് സ്ഥാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഒരു ഭാര്യയുടെ വേറൊരു ജീവിതത്തിലേക്ക് വരുന്നത്. വരുമ്പോഴത്തേക്കും ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഒരുപാട് തടസ്സങ്ങൾ അവിടെ അവർക്ക് അഭിമുഖീകരിക്കുന്നതായിട്ട് വരും. ഒന്ന്, ഭാര്യ എന്നുള്ള ഒരു സ്ഥാനം അതിൽ ചുറ്റിപ്പറ്റി വരുന്ന ചേച്ചി, ചേട്ടത്തി, അമ്മായി, ഇളയമ്മ, കൊച്ചമ്മ, അങ്ങനെ ഒരുപാട് സ്ഥാനപ്പേരുകളും സ്ഥാനങ്ങളും ഒക്കെ അലങ്കരിക്കേണ്ട വ്യക്തിയായിട്ട് വരും. പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും അവൾ അമ്മയാകും. അപ്പോഴവർക്ക് വീണ്ടും ഉത്തരവാദിത്തങ്ങൾ കൂടും. അപ്പോഴും നമ്മൾ ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ നമ്മൾ ആഗ്രഹിക്കും എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ സ്നേഹം എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഒരിക്കലുമല്ല. അതും പലരിലും പല റോളുകളിലാണ് ആ വ്യക്തി അലങ്കരിക്കപ്പെടേണ്ടതായിട്ട് വരുന്നത്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്നേഹം നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, നമുക്ക് മാത്രം ഉള്ളതാണ്. ഒരിക്കലുമല്ല. അവരുടെ സ്നേഹവും അവർക്ക് സുഹൃത്തുക്കളുണ്ടാകും, അവരുടെ സഹോദരങ്ങളുണ്ടാകും, ബന്ധുക്കളുണ്ടാകും. ഇവർക്കെല്ലാവർക്കും കൂടി അവർക്ക് കൊടുക്കാനുള്ള സ്നേഹമായിരിക്കും കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നത്. ഒരിക്കലും നമുക്ക് ഒരാളെയും സ്നേഹത്തിൻ്റെ പേരിൽ നമ്മളിൽ മാത്രം തളച്ചിടാനായിട്ട്, നമ്മളിൽ മാത്രം കേന്ദ്രീകരിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മളിലോട്ട് മാത്രം ഒരാൾ ഫോക്കസ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷമാണ് പല ജീവിതങ്ങളിലും പരാജയം ഉണ്ടാകുന്നത്. അതേസമയം നമ്മളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക, നമ്മളെ തന്നെ ശീലിപ്പിക്കുക. ഈ എല്ലാ തലങ്ങളിലൂടെയും ഞാൻ കടന്നു പോകണം, അല്ലാതെ ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കേണ്ട ഒരു വ്യക്തിയല്ല ഞാൻ എന്ന് മനസ്സിലാക്കുക. ഇന്ന് ഒട്ടുമിക്ക കുടുംബങ്ങളിലും കണ്ടുവരുന്ന ഒരു ശോചനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ, വിവാഹം കഴിഞ്ഞ് വരുന്ന ഒരു സ്ത്രീയെ ഒരു രണ്ടാം തരക്കാരിയായിട്ട്, അല്ലെങ്കിൽ വേറെ ഏതോ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അതിക്രമിച്ച് കയറിയ ഒരു കുറ്റവാളിയെ പോലെയൊക്കെയാണ് കാണുന്നത്. ആ സ്ത്രീയെ മാറ്റി നിർത്തി അവരവരുടെ കാര്യങ്ങളിലൊക്കെ വ്യാപൃതയാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കുടുംബത്തേക്ക് നിങ്ങൾ ക്ഷണിച്ചിട്ട് നിങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി വന്നൊരു വ്യക്തിയാണ് ആ സ്ത്രീ. ആ സ്ത്രീയെ മറ്റാരേക്കാളും പരിഗണിക്കുകയും ആ വ്യക്തിയെ ചേർത്ത് പിടിക്കുകയും ചെയ്യേണ്ട കരങ്ങൾ തന്നെ തള്ളി മാറ്റുകയും അകറ്റി നിർത്തുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവരനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഈ സ്ത്രീകൾ പൊതുവേ പറയുന്നത്, എൻ്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ അമ്മ പറയണേ കേൾക്കത്തുള്ളൂ, ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും മനസ്സ് കൊടുക്കത്തില്ല. എന്തിനാണ് ആ സ്ത്രീയെ ഇത്രയും കഠോരമായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നത്? നിങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് കൊണ്ടുവന്നതല്ലേ ആ സ്ത്രീ. അന്നേരം പിന്നെ ആ സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അപ്പോൾ
അവർ പറയുന്നത് കൂടെ കേൾക്കാനുള്ള ഒരു മനസ്സും ക്ഷമയും ഒരു ഹൃദയവും കൂടെ അവരിൽ നിങ്ങൾ കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ മുന്നോട്ട് പോട്ടുള്ളൂ. പല സ്ത്രീകളും ഇന്ന് പലതും സഹിച്ചുകൊണ്ട്, അതായത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് താല്പര്യമില്ലാതിരുന്നിട്ടും വിവാഹത്തിൽ വിട്ടിടുന്ന എത്രയോ സ്ത്രീകളുണ്ടെന്നറിയാം. ഇപ്പം ഇന്ന് എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ നിന്ന് ഒരു കൂട്ടുകാരി വിളിച്ച് അവൾ എന്നോട് വളരെ വിഷമത്തോടെ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറയുന്ന ഒന്നും കേൾക്കില്ല മോളി, അതായത് എൻ്റെ അമ്മ പറയുന്നതേ കേൾക്കും. ഞാൻ പറഞ്ഞു എന്താ അങ്ങനെ, അത് എന്നെ വീട്ടിലൊന്നും പോകാനായിട്ട് സമ്മതിക്കത്തില്ല, അങ്ങനെ എൻ്റെ പാരൻസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും പുലർത്താൻ പറ്റത്തില്ല, വെക്കേഷനാണ്, മക്കളെ ഒന്നും കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് മോളി. പിന്നെ എന്നെ എപ്പോൾ വിളിച്ചാലും എന്നോട് ദേഷ്യത്തോടെ സംസാരിക്കും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമം ഉണ്ടാക്കും. നമുക്ക് കേൾക്കുന്നവർക്ക് ഇത്ര വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പറയുന്ന വ്യക്തിയുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റും. അപ്പോഴൊരിക്കലും അങ്ങനെ ആവാതിരിക്കുക. തൻ്റെ ജീവിത പങ്കാളിയെ ചേർത്ത് പിടിക്കുക. ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അവസാനം വരെ കൂടെ ഉണ്ടാവേണ്ട ഒരു വ്യക്തിയാണ്. മനസ്സിലായില്ലേ? ഒരു പരിധിവരെ നമ്മുടെ അമ്മയ്ക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അങ്ങറ്റം വരെ ചെയ്യാൻ പറ്റുന്നത് തൻ്റെ ജീവിത പങ്കാളിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റുള്ളവരെ അവഗണിക്കണം, ഭാര്യയെ പരിഗണിക്കണം എന്നല്ല പറയുന്നത്. ഭാര്യയെ പരിഗണിക്കണം, മറ്റുള്ളവരെ പരിഗണിക്കുന്നതിനൊപ്പം ഭാര്യയുടെ ആവശ്യങ്ങളും ഭാര്യയുടെ ഇഷ്ടങ്ങളും കൂടെ മനസ്സിലാക്കി ഒത്തൊരുമയോടെ മുന്നോട്ട് പോയാലേ കുടുംബജീവിതം വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ചിലരെന്ന് പറഞ്ഞാൽ തൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഒരുപാട് സമയം ചിലവഴിക്കും. എന്നാൽ സ്വന്തം വീട്ടിൽ വരാനോ സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും കൂടെ സമയം ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ വല്ലാത്ത ഒരു ശ്വാസം മുട്ടൽ പോലെയാണ് പല പുരുഷന്മാർക്കും. അവർക്ക് ഇഷ്ടമല്ല വീട്ടിൽ വന്ന് ഭാര്യയുടെയും മക്കളുടെയും കൂടെ സമയം ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ. അതിനും അവർ പറയുന്നത് ഞാൻ വീട്ടിൽ ചെന്നാൽ അവൾക്ക് പല ജോലികളുണ്ടാവും, അവൾക്കൊന്നും ഇരിക്കാൻ പോലും സമയമില്ല, അവൾ മക്കളുടെ കാര്യത്തിന് വേണ്ടി ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ആ സ്ത്രീ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ആ കുടുംബത്തിൽ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും കണ്ടു പറഞ്ഞ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരാതിരിക്കാണ്. നിങ്ങളുടെ ഭാര്യ ഇല്ലാതിരിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഇന്ന് ഞാനത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാനത് അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ്. എന്തൊരു കാര്യത്തിനും ഒരു ചെറിയൊരു കാര്യമാണെങ്കിലും മോളി അതെവിടെ ഇതെവിടെ എന്ന് ചോദിച്ച് എന്നെ വിടാതെ പിന്തുടരുന്ന വ്യക്തിയായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. പക്ഷേ ഒരു 9 മാസം കഴിഞ്ഞു എൻ്റെ ഹസ്ബൻഡ് ഞാനില്ലാതെ പുള്ളിക്കാരൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു. അതോടൊപ്പം എൻ്റെ മക്കളും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ഭാര്യ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് കുറവുകൾ ഞാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും നമുക്ക് നമ്മുടെ കയ്യിലൊന്ന് അകലെ പോയതിന് ശേഷം നമ്മൾ അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ല. കൂടെ ഉള്ളപ്പം മനസ്സിലാക്കുക, ആരാണെന്ന് മനസ്സിലാക്കുക, എന്താണെന്ന് മനസ്സിലാക്കുക, ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കുക. എന്താ പറയുക, മക്കളുടെ മുമ്പിൽ അടി കൂടുന്നത് മാത്രം മക്കൾ കണ്ടാൽ പോരാ, മാതാപിതാക്കളുടെ സ്നേഹവും കൂടെ കണ്ടു വേണം മക്കൾ വളരാനായിട്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിരിക്കും ഓരോ കുടുംബങ്ങളും ഓരോ കുടുംബജീവിതവും. എന്നും മക്കൾക്ക് ഓർത്ത് വെക്കാനുള്ള നല്ല ഉദാഹരണങ്ങളായിരിക്കും അവരുടെ മാതാപിതാക്കൾ. നീ ഇന്നാളെ കണ്ടുപഠിക്കടാ, നീ ഇന്നവരെ കണ്ടുപഠിക്കടാ, അങ്ങനെ ചെയ്യടാ ഇങ്ങനെ ചെയ്യടാ എന്നല്ല പറയണ്ട. ഞങ്ങളെ കണ്ടുപഠിക്കാനായിട്ട് മക്കൾക്ക് പ്രാപ്തരാകുന്ന നല്ല മാതൃകാ ദമ്പതികളാകാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവൂ. അതായത് നമ്മുടെ ജീവിതം നമ്മൾ വളരെ മോശമായി ജീവിച്ചിട്ട് നമ്മുടെ മക്കളെ അങ്ങനെ ആണൊന്നും ഒരിക്കലും വശം പിടിക്കാൻ പാടില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ ഒരു 90% സമയവും ഞാൻ കിച്ചണിലായിരിക്കും. അങ്ങനെ വന്നിട്ട് നോക്കും എന്താണ് ഏതാണ്. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാറി നിൽക്കുക എന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കവിടെ ഒരു പ്രസൻസാണ് ഫീൽ ചെയ്യുന്നത്. ഏതൊരു ഭാര്യയും ആഗ്രഹിക്കും. അടുക്കളയിലാണെങ്കിൽ പോലും എൻ്റെ ഭർത്താവിൻ്റെ ഒരു സാമീപ്യം. ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും വെജിറ്റബിൾസ് കട്ട് ചെയ്യാനായിരിക്കും, എന്തിനും മീൻ കട്ട് ചെയ്യാനായിരിക്കും, എന്തിനെങ്കിലും ആവട്ടെ എൻ്റെ ഭർത്താവിൻ്റെ ഒരു പ്രസൻസ് ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്നതാണ്. സോ അങ്ങനെ ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അഭിനയിക്കാനല്ല പറയുന്നത്, ജീവിക്കാനാണ് പറയുന്നത്. ഓരോ നിമിഷവും ജീവിക്കുക, വളരെ സന്തോഷത്തോടെ ജീവിക്കുക. നമുക്ക് സന്തോഷം ഉണ്ടെങ്കിലേ കുഞ്ഞുങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. നമുക്ക് നല്ലൊരു ജീവിതം ജീവിച്ചാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്കുള്ള ഒരു വഴി നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.